വലില്ലാഹിൽ ഇസ്സത്തു, അള്ളാഹുവിനാണ് ഇസ്സത്തുള്ളത്. വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഇസ്സത്തുള്ളത്. വലിൽ മുഅ്മിനീന, അള്ളാഹുവിനെയും പ്രവാചകനെയും വിശ്വസിച്ച വിശ്വാസികളുടെ സവിശേഷ ഗുണം കൂടിയാണ് ഇസ്സത്ത് എന്ന് പറയുന്നത്. വലിൽ മുഅ്മിനീന, മുഅ്മിനുകൾക്കും ഇസ്സത്ത്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, വിശ്വാസ ദൗർബല്യം സംഭവിച്ച കപടവിശ്വാസികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സവിശേഷ നാമങ്ങളിൽപ്പെട്ടതാണ് ഇസ്സത്ത് എന്ന് പറയുന്നത്. അൽ അസീസ്, നമ്മൾ വിശുദ്ധ ഖുർആനിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അസീസുൻ ഹക്കീം, അസീസുർ റഹീം, അങ്ങനെ വ്യത്യസ്തങ്ങളായ പല അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളും അസ്മാ ഉൽ ഹുസ്നയോടുകൂടി ചേർത്ത് പറയുന്നത് കാണാൻ കഴിയും. അള്ളാഹു അൽ അസീസാണ്. നമ്മൾ അബ്ദുൽ അസീസ് എന്ന് നമ്മൾ പേര് വിളിക്കാറുണ്ട്. അസീസിന്റെ അടിമ എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ 92 പ്രാവശ്യം ഏകദേശം അൽ അസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ അസീസ്, അള്ളാഹു അൽ അസീസാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ ആർക്കും അതിജയിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ആർക്കും അള്ളാഹുവിൻ്റെ സഹായം എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളവൻ എന്നാണ്. അള്ളാഹുവിന് യാതൊരുവിധ സഹായവും ആവശ്യമില്ലാത്തവൻ എന്നാണ്. ഒരു ചെറിയ വാക്ക് എത്രത്തോളം അർത്ഥവ്യാപ്തിയാണ് അൽ അസീസ് എന്ന്. നമ്മൾ അസീസ് എന്ന് നമ്മൾ നമ്മുടെ ആളുകളെ വിളിക്കുമ്പോൾ ആരാണ് ഈ അൽ അസീസ്? അൽ അസീസിന്റെ അടിമയായ അബ്ദുൽ അസീസിനെ അസീസ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ടോ ആരാണ് ഈ അൽ അസീസ് എന്ന് പറയുന്നത്? എല്ലാത്തിനെയും മികച്ചു നിൽക്കുന്നവൻ, മഹത്വത്തിൽ, ഗുണത്തിൽ, ഗൗരവത്തിൽ, എല്ലാവിധ സവിശേഷ ഗുണങ്ങളിൽ നമ്മൾ ശക്തിമാൻ എന്ന് പറയാറില്ലേ? അങ്ങനെ സർവ ഗുണങ്ങൾ. അൽ അസീസ് ഹുവല്ലദീ ലാ യുഗ്ലബു വഹുവല്ലദീ യുഇസ്സു മൻ യശാ, ആരാലും ജയിക്കപ്പെടാത്തവൻ എന്നാണ്. ആർക്കും അൽ അസീസിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. നേരെ മറിച്ച് ആർക്കെങ്കിലും വല്ല സഹായവും വേണമെന്നുണ്ട് എങ്കിൽ എല്ലാവരെയും സഹായിക്കുന്നവൻ എന്നാണ്. അള്ളാഹുവാണ് ഏറ്റവും മഹത്വമുടയവനായിട്ടുള്ളത്. നമ്മിൽ ആർക്കെങ്കിലും മഹത്വം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അൽ അസീസായ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ. വഹുവല്ലദീ യഇസ്സു മൻ യശാ, നമ്മളെ ആരെയെങ്കിലും ഇസ്സത്തുള്ളവരാക്കി മാറ്റണം എന്നുണ്ട് എങ്കിൽ അത് അള്ളാഹു വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. ഇങ്ങനെ പൂർണ്ണമായ പ്രതാപത്തിൻ്റെയും പൂർണ്ണമായ അധികാരത്തിൻ്റെയും പൂർണ്ണമായ ശക്തിയുടെയും മഹത്വത്തിൻ്റെയും ഉടവനാണ് അള്ളാഹു. അൽ അസീസാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ് വിശ്വാസികളോട് പറയുന്നത് വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ നമ്മളും ഇസ്സത്തുള്ളവരാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇസ്സത്ത് ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ പ്രതാപം ആഗ്രഹിക്കുന്നുവോ, ആ പ്രതാപം അള്ളാഹുവിൽ നിന്ന് മാത്രമേ നമുക്ക് നേടാൻ കഴിയൂ എന്നാണ്. മങ്കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സത്തു ജമീആ, എല്ലാ ഇസ്സത്തിന്റെയും അടിസ്ഥാനം നമ്മൾ എന്തെങ്കിലും ഇസ്സത്ത് നമ്മൾ നേടി എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ ആ സർവ്വവിധ ഇസ്സത്തിന്റെയും ഉടമയായിട്ടുള്ളവൻ അള്ളാഹു ആണ് എന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, നഹ്നു ഖൗമുൻ ജാഹിലൂൻ, ഞങ്ങൾ വളരെ അവിവേകികളായ ഒരു ജനതയായിരുന്നു. നമുക്കറിയാം ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിലെ മക്കയിലെ ഖുറൈശികളുടെ ധാർമ്മികമായ അവരുടെ വളരെ അധപ്പതിച്ച അവസ്ഥ. നഹ്നു ഖൗമുൻ ജാഹിലൂൻ, ഞങ്ങൾ തികഞ്ഞ അവിവേകികളായിരുന്നു.
അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് അള്ളാഹു നമ്മെ ഇസ്സത്തുള്ളവരാക്കി മാറ്റി. ഇസ്ലാം കൊണ്ട് അള്ളാഹു അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് അള്ളാഹു നമ്മെ ഇസ്സത്തുള്ളവരാക്കി മാറ്റി. നമ്മുടെ പൂർവകാല ചരിത്രങ്ങൾ നമ്മൾ ഓർത്തു നോക്കൂ. നമ്മൾ ആരായിരുന്നു? നമ്മൾ എന്തായിരുന്നു? നമ്മുടെ പഴയകാല തലമുറകളുടെ പഴയകാല ജീവിത രീതികൾ. തഴയപ്പെട്ടവർ, മാറ്റി നിർത്തപ്പെട്ടവർ. ഈ കാണുന്ന ഒരു മഹത്വത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഉടമയായി മാറുവാൻ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ, അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകിയതിലൂടെ, ഇസ്ലാമിലേക്ക് നമുക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? നമ്മൾ നോക്കൂ. നമുക്ക് അഭയം കണ്ടെത്തുവാൻ, നമുക്കൊരു അത്താണി എന്ന നിലയിൽ സർവലോക രക്ഷിതാവേ എന്ന് വിളിക്കാൻ റബ്ബുൽ ആലമീൻ. ആരാണ് നമ്മുടെ രക്ഷിതാവ് എന്ന് പറയുന്നത്? പല ജാതി, കുടുംബ, ദൈവസങ്കല്പങ്ങൾ നിലനിൽക്കുന്നിടത്ത്, വർഗങ്ങൾക്കും വർണ്ണങ്ങൾക്കും അനുസരിച്ച് ദൈവസങ്കല്പങ്ങൾ നിലനിൽക്കുന്നിടത്ത്, ദൈവത്തിന്റെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തുന്നിടത്ത്, ദൈവത്തിന്റെ പേരിൽ ആരാധനാലയങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നിടത്ത്, ജാതിമർഗത്തിന്റെ പേരിൽ കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ എവിടെ നിൽക്കുന്നത് അറിയോ നിങ്ങൾക്ക്? ഇന്നും ഇന്ത്യയുടെ പല ഉത്തരേന്ത്യൻ, കേരളത്തിൽ പോലും പല സന്ദർഭങ്ങളിലൂടെ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടത്തെ രാഷ്ട്രീയ സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ പോലും ജാതീയമായ സ്വാധീനം ഇന്നും, ഈ പുതിയ തീരുമാനങ്ങളിൽ പോലും, സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിൽ പോലും ജാതി സ്വാധീനങ്ങൾ നിർണായകമാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് ദൈവത്തെ വിളിക്കാൻ, ദൈവത്തെ കണ്ടെത്താൻ, തന്റെ വിഷമങ്ങൾ കണ്ടെത്താൻ ഓരോരുത്തർക്കും അവർ അനുവദിച്ചിരിക്കുന്ന അതിർവരമ്പുകൾക്കപ്പുറം കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് എന്റെ ജീവിതം ഞാൻ ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ സർവലോക രക്ഷിതാവായ ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച റബ്ബാണ് എന്റെ റബ്ബ്, എന്റെ നാഥൻ എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം. നാവ് പിഴുതെറിയുന്നില്ല. വേദം കേട്ടതിന്റെ പേരിൽ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കട്ടില്ലേ? വേദം ഉച്ചരിച്ച പേരിൽ നാവ് പിഴുതെടുത്തിട്ടില്ലേ? വേദം വായിച്ച പേരിൽ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ടില്ലേ? ആരാധനാലയങ്ങളുടെ വഴിയരികിലൂടെ നടന്നുപോയ പേരിൽ കൈകാലുകൾ ഛേദിച്ചെരിഞ്ഞിട്ടില്ലേ? ഇവിടെയാണ് ഇസ്ലാം. ഇസ്ലാം നമുക്ക് ഇസ്സത്ത് നൽകി ആരുടെ മുമ്പിലും സധൈര്യം ചെന്ന് കയറാൻ. മലിക്കിന്നാസ് ഇലാഹിന്നാസ്, ഞാൻ ശരണം തേടുന്നത്, ഞാൻ വിളിക്കുന്നത് മനുഷ്യരുടെ ഇലാഹിനെയാണ്, മനുഷ്യരുടെ ദൈവത്തെയാണ്, മനുഷ്യരുടെ അല്ലാഹുവിനെയാണ്. എന്തൊരു അഭിമാന ബോധമാണ്! ഈ ഒരു ഇസ്സത്ത് അല്ലാഹു നമുക്ക് നൽകിയ ശേഷം ഇസ്ലാം അല്ലാത്ത മറ്റൊന്നു കൊണ്ടാണോ നാം പ്രതാപം തേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്ലാം കൊണ്ട് കഴിഞ്ഞകാല ജാഹിലിയ സംസ്കാരത്തിൽ നിന്ന് ഇസ്ലാം നമുക്ക് ഇസ്സത്ത് നൽകിയിട്ട് ഇനി ആ ഇസ്ലാം അല്ലാത്ത മറ്റു വല്ലതിനെയുമാണ് നിങ്ങൾ കൊണ്ട് ഇസ്സത്ത് അന്വേഷിക്കുന്നുവെങ്കിൽ അല്ലാഹു നമ്മെ നിന്ദനാക്കി കളയുന്നതാണ്. ഒരു സ്വകാര്യ വർത്തമാനം കൂട്ടത്തിൽ പറയും, കേരളത്തിൽ വലിയ നവോത്ഥാന വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അവിടെയുള്ള ആരാധന, അന്നത്തെ ബ്രാഹ്മണ ജന്മിത്ത കുടിയാൻ വ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത് താഴ്ന്ന ജാതിക്കാർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ട്
അവരുടെ ആരാധനാലയങ്ങളിൽ കടക്കാൻ പാടില്ല എന്ന് വന്നപ്പോൾ അവർ സ്വാതന്ത്ര്യം അന്വേഷിച്ചു. വൈക്കം സത്യാഗ്രഹം എന്ന് വലിയ നവോത്ഥാന വിപ്ലവമായിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പൊരുൾ എന്താണെന്നറിയോ? അവരുടെ മനസ്സൊരു പുതിയ വിമോചനത്തെ അന്വേഷിച്ചു, തേടാൻ, കണ്ടെത്താൻ. അവിടെയുള്ള താഴ്ന്ന ജാതിക്കാർ കണ്ടെത്തിയത് ഇസ്ലാമിനെയാണ്. അവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് ഇസ്ലാമിലേക്ക് ചേക്കേറാൻ. കാരണം അവർക്കൊരു ആശ്വാസത്തിന്, സമാധാനത്തിന് ദൈവമേ എന്ന് കൈകൂപ്പി നിന്ന്, കൈകുളിയർത്തി നിന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ അയവിറക്കാൻ ഒരു അത്താണി വേണ്ടേ? നമ്മുടെ ദൈവസങ്കല്പം അതിനനുവദിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ അവർ പുതിയ പോംവഴികൾ കണ്ടെത്തിയത് ഇസ്ലാമിൽ അഭയം കണ്ടെത്തുക എന്നായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ അവിടുത്തെ രാജാക്കന്മാരും ഈ പ്രത്യേക ഈ മതവിരുദ്ധ, മതവർഗീയതവും മതവിദ്വേഷങ്ങളൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം ചരിത്ര പഠനങ്ങൾ എത്ര കണ്ട് നമുക്ക് പറയാൻ പറ്റും എന്നത് വേറെ വിഷയം. അതുകൊണ്ടാണ് സ്വകാര്യം എന്നൊക്കെ പറഞ്ഞത്. അവിടുത്തെ തിരുമേനിയിട്ട പറഞ്ഞു, ഇവിടെ പൂജാരിയിട്ട പറഞ്ഞു, അമ്പലത്തിൽ കയറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കയറാവുന്ന ആരാധനാലയങ്ങൾ തേടിക്കൊണ്ട് ഞങ്ങൾ പോകും. അവർ സമ്മതിച്ചില്ല. അങ്ങനത്തെ ഒരു മധ്യസ്ഥനായിട്ടാണ് ആര് വരണമെന്നറിയോ? മഹാത്മാഗാന്ധിജി തിരുവിതാംകൂർ രാജാവിനെ കാണാൻ പറഞ്ഞത്. അറിയോ നിങ്ങൾ? ക്ഷേത്ര വിളംബര പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി എന്നേ നമുക്കറിയൂ. അതിൻ്റെ ചരിത്രം എന്താണെന്നറിയോ? നമുക്കിവിടെ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഗോത്ര സമൂഹം, അവിടുത്തെ ഒരു പിന്നോക്ക സമുദായം മുഴുവൻ ഇസ്ലാമിലേക്ക് ചേക്കേറും. അത് സംഭവിക്കാൻ പാടില്ല. ഇതിലും വലിയൊരു രസം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ഗാന്ധിജി വന്നിട്ട് തിരുവിതാംകൂർ രാജാവിനെ എവിടെ വെച്ചാൽ കണ്ടേന്നറിയോ? തിരുവിതാംകൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ക്ഷത്രിയനായ ഗാന്ധിയെ കയറ്റിയില്ല സഹോദരന്മാരെ. ആ ബ്രാഹ്മണിക്കൽ സംസ്കാരം ഇന്ത്യ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രപിതാവിനെ കൈപിടിച്ചകത്ത് കയറ്റാൻ അനുവദിച്ചില്ല. മാറ്റി നിർത്തി പുറത്ത് ഷെഡ് വെച്ച് കെട്ടിയിട്ട് ഗാന്ധിജീനെ അവിടെ ഇരുത്തി. അറിയോ നിങ്ങൾക്ക്? എന്നിട്ട് രാജാവ് കൊടയും ചൂടി പകുതി ചെന്ന് വർത്തമാനം പറഞ്ഞിട്ടാണ് ഒരു വലിയ വിമോചനം നേടിയത്. നമ്മുടെ ഇന്നലകളിലെ നമ്മുടെ മാതാപിതാക്കൾ, എൻ്റെയും നിങ്ങളുടെയും കാരണവന്മാർ അനുഭവിച്ച പീഡനത്തിന്റെ, മാറ്റി നിർത്തലിന്റെ, നിന്ദതയുടെ പാഠങ്ങൾ അവരെ വിമോചിപ്പിക്കുകയായിരുന്നു. ഇസ്ലാം എത്രത്തോളമാണെന്ന് അറിയോ നിങ്ങൾക്ക്? ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു കഥയുണ്ട്. ആരാണ് ബിലാൽ? ഉമയ്യത്ത് ബിൻ ഖൽഫിന്റെ അടിമ. കാലിത്തൊഴുത്തിൽ ഒട്ടകത്തിന്റെ കൂടെ ചാണകത്തിന്റെയും ഒട്ടകമൂത്രത്തിന്റെയും കൂടെ അവിടെ ചെളി പുരണ്ട്, ചാണകം പുരണ്ട് ഒരു മൂലയിൽ കിടന്നുറങ്ങുന്ന അടിമയായ ബിലാൽ. ബിലാലിനെ കാണാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും അറിയാതെ ബിലാലിന്റെ തൊഴുത്തിലെത്തുകയാണ്. എവിടെ? ബിലാലിന്റെ തൊഴുത്തിൽ ഒട്ടകങ്ങൾക്കിടയിൽ ബിലാലിനെ കണ്ടു. ശബ്ദമുണ്ടാക്കാതെ ബിലാൽ റസൂലിന്റെ അടുത്തേക്ക് വന്നു. ബിലാലിന്റെ മണം ഒട്ടകമൂത്രത്തിന്റെ, ചാണകത്തിന്റെ മണമായിരുന്നു. റസൂല് ആ ബിലാലിനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. ആദ്യമായി ബിലാൽ എന്ന ഒരു അടിമയെ ഒരു മനുഷ്യൻ കെട്ടിപ്പിടിച്ചു എന്ന് ആ ചരിത്രത്തിൽ എഴുതി വെച്ചു. അറിയോ നിങ്ങൾ? എന്നെ ആദ്യമായി ഒരു മനുഷ്യൻ സ്പർശിച്ചു. മനുഷ്യൻ സ്പർശിക്കാറുണ്ടായിരുന്നില്ല. ഉമയ്യത്ത് ബിൻ ഖൽഫും എന്ന ഉടമയും ബിലാൽ എന്ന അടിമയും തമ്മിലുള്ള ബന്ധം ചാട്ടവാറിന്റെ ഒരു ലിങ്കായിരുന്നു. ചാട്ടവാറ് വെച്ച് അടിക്കുമ്പോൾ ഇങ്ങേ തലപ്പിൽ പിടിയിൽ ഉടമയായ ഉമയ്യത്ത് ബിൻ ഖൽഫിന്റെ പിടിയും അങ്ങേയറ്റത്ത് ആ വള്ളിയുടെ അങ്ങേയറ്റം ബിലാലിന്റെ ദേഹത്ത് സ്പർശിക്കുന്ന ഒരു ബന്ധം, ഒരു ലിങ്കിനപ്പുറം മനുഷ്യൻ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. അറിയോ? അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ബിലാൽ മക്കം ഫതഹില് കഅബയുടെ മുകളിലേക്ക് കയറുന്നുണ്ട്. ബിലാലിന് കയറാൻ പറ്റുന്നില്ല, ഭയങ്കര ഉയർച്ച. റസൂല് കൈ ഇങ്ങനെ വെച്ചു കൊടുത്തു. ബിലാല് റസൂലിന്റെ കയ്യിൽ ചവിട്ടിക്കയറാൻ വിഷമമൊന്നും കാണിച്ചില്ല. നമ്മുടെ അധമ മനസ്സ് അതിന് അനുവദിക്കൂല. പ്രവാചകനെ പോലെ, അള്ളാഹുവിന്റെ റസൂലിനെ പോലെ
ഉയർന്നൊരു വ്യക്തിത്വത്തിന്റെ കയ്യിൽ എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ ചവിട്ടിക്കയറുകയോ വേണ്ട, ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചോളാം, അങ്ങനെയല്ലേ പറയേണ്ടത്? എന്നിട്ട് വേറെ ആരെങ്കിലും വിളിച്ചിട്ട് കയ്യിൽ ചവിട്ടി അല്ലേ കയറേണ്ടത്? ഒന്നും ആലോചിച്ചില്ല. അടിമയിൽ മനുഷ്യൻ തൊടാതെ മാറ്റി നിർത്തപ്പെട്ട ബിലാൽ യാതൊരു സങ്കോചവും ഇല്ലാതെ റസൂലിന്റെ കയ്യിൽ ചവിട്ടിക്കയറിക്കൊണ്ട് കഅബയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആ അഭിമാനബോധം നിന്ദതയിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഇസ്ലാം, ഇസ്ലാമാണ് എനിക്ക് ഈ ഒരു ഇസ്സത്ത് നൽകിയത്. അങ്ങനെയാണ് അല്ലാഹു അക്ബർ എന്ന ബാങ്കുരി മുഴക്കിയത്. ഇബ്നു ആമിർ എന്ന ഒരു സാധാരണ സൈനികൻ റുസ്തം എന്ന് പറയുന്ന പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നിട്ട് പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ അടിമകളാക്കി വരിഞ്ഞു കൊടുക്കുമ്പോ ഇത്തരം മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഏകനായ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ നിയോഗിച്ചവനാണ് ഞാൻ. നിങ്ങളുടെ ഒരു ഭൗതികമായ ഒരു സങ്കുചിത ജീവിതമുണ്ടല്ലോ, ഈ ഭൗതിക ജീവിതത്തിന്റെ സങ്കുചിതത്വത്തിൽ നിന്ന് ഈ പ്രപഞ്ച വിശാലതയിലേക്ക് നിങ്ങളെ ആനയിക്കാൻ ഇസ്ലാം, നിങ്ങളുടെ വ്യവസ്ഥകളുടെ അനീതിയിൽ നിന്ന്, നിങ്ങളുടെ അസമത്വങ്ങളിൽ നിന്ന്, നിങ്ങളുടെ മാനുഷിക മാനവികതകളെ തകർക്കുന്ന നിങ്ങളുടെ ജാതീയ വംശീയ വർഗവർണ്ണ വ്യവസ്ഥകളിൽ നിന്ന് ഇസ്ലാം, ഇസ്ലാമിന്റെ നീതിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകിയിട്ട് നമ്മളിപ്പോൾ ഒരുപാട് ആദർശം പ്രഖ്യാപിച്ചിട്ടും ഒരുപാട് നമ്മൾ ആദർശക്കൂറ് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും കളർഫുൾ വർത്തമാനങ്ങൾ വല്ലാതെ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴും എവിടെയോ നമ്മുടെ ഇസ്സത്ത് ആരുടെയൊക്കെ മുമ്പിൽ ചോർന്നു പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. ഇന്നലകളിലെ നമ്മുടെ പരിശീലനം റമദാനിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ നേടിയെടുത്ത പരിശീലനം നമ്മളെ വീണ്ടും ഇസ്സത്തുള്ളവരാക്കി മാറ്റിയെങ്കിൽ നമ്മൾ ആരുടെ മുമ്പിലും അടിയറവ് പറയരുത് എന്ന സന്ദേശമല്ലേ ബദർ നമുക്ക് നൽകിയത്? നമ്മൾ എവിടെ നിലകൊള്ളേണ്ടവരാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം. ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ, നിരാശപ്പെട്ടു പോകാതെ കണ്ട്. നിങ്ങളൊന്ന് സാന്ദർഭികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ആത്മഹത്യകൾ നടക്കാറുണ്ട്. ലോകത്ത് ഏറ്റവും കുറവ് ആത്മഹത്യ നടക്കുന്നത് മുസ്ലിം സമൂഹത്തിലാണ്. ഇപ്പൊക്കെ അത് മാറിയിട്ടോ. മുസ്ലിം സമൂഹം ആത്മഹത്യ ചെയ്യില്ല. എത്ര പ്രതിസന്ധി വന്നാലും അവർ പിടിച്ചു നിൽക്കും. ഒരു പ്രതീക്ഷ, അള്ളാഹുവിന്റെ സഹായം എനിക്ക് ലഭിക്കും, അള്ളാഹു എന്നെ കൈവിടുകയില്ല എന്നൊരു ദൃഢബോധ്യം നമുക്കുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ആത്മഹത്യ ചെയ്യും. കാരണം നിരാശരായിരുന്നു മനുഷ്യൻ. ദൈവവിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ നിരാശരായിരുന്നു. ഇസ്ലാമിലെ വിശ്വാസം നമ്മെ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റി, പ്രതീക്ഷയുള്ളവരാക്കി മാറ്റിയിരുന്നു. ഇന്നിപ്പോ കാലം മാറി, ഇസ്ലാം കൈയൊഴിച്ചു. അതിന്റെ പേര് മാത്രം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആ ഒരു ഈമാനികമായ ചോർച്ച ജീവിതത്തോട് നമുക്ക് പോരാടി വിജയിക്കാൻ, ആ സുഖദുഃഖ സമ്മിശ്രമായ പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ, പുതിയ തലമുറയൊക്കെ ഒരുപാട് അകന്നു പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രതീക്ഷ പുലർത്താൻ, ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഒരു കരുത്ത് വിശ്വാസി സമൂഹം ഉണ്ടാക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യൻ ഫിൽ ഹയാത്തിദ് ദുനിയ. ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹു അബ്ദുൽ അസീസിന്റെ അടിമകളായ അടിമകളായ നമ്മൾ അസീസിന്റെ മാത്രം അടിമകളാകാതെ കണ്ട് മറ്റുള്ളവരുടെ ഇസ്സത്ത് തേടി അന്വേഷിച്ച് നടന്നാൽ നമ്മൾ ഈ ലോകത്ത് നമ്മൾ നിന്ദിതരായി പോകും. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അസാബ്. നാളെ പരലോകത്തോ നമ്മൾ ഭയങ്കരമായ നിന്ദ്യമായ ശിക്ഷക്കും നമ്മൾ കാരണമായി മാറുന്നു.
അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലൂടെ നാം നേടിയെടുത്ത ഈ ഇസ്സത്ത് ജീവിതത്തിൽ നമുക്ക് നിലനിർത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇസ്സത്ത്, ഇസ്ലാമാകുന്ന ഈ പ്രകാശം, അൽ ഇസ്ലാമു ഇസ്സുനാ വഫീഹി കറാമത്തി, നമ്മുടെ ഇസ്സത്തിന്റെ, നമ്മുടെ ആത്മാഭിമാനത്തിന്റെ അടയാളമായി ഇസ്ലാം മാറേണ്ടതുണ്ട്. വബിഹി ഇർതഫഅനാ ഫൗക കുല്ലി മഖാമി, എല്ലാ അവസ്ഥകളിൽ നിന്നും നമ്മെ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ ഇസ്ലാം ആയതുകൊണ്ട് ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ, മുസ്ലിമാണ് അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ഭയപ്പെടുന്ന മതേതര ചാവേറുകളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, വല്ലാതെ അങ്ങോട്ട് എല്ലാത്തിടത്തും ഒരു മതേതരത്വം കാഴ്ചവെക്കാൻ പലപ്പോഴും നമ്മുടെ ആദർശം, ലക്ഷ്യം, മാർഗം ഒക്കെ തെറ്റിപ്പോകുന്ന രീതിയിൽ നമ്മുടെ അഖീദ പോലും തെറ്റിപ്പോകുന്നിടത്തേക്ക് നമ്മുടെ മതേതര ബോധം കാരണമായി മാറുന്നുവെങ്കിൽ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് നമ്മെ ഇസ്സത്തുള്ളവരാക്കി മാറ്റണം. അതല്ല നമ്മൾ അതിനെ കൈ ഒഴിയുകയാണ് എങ്കിൽ അള്ളാഹു നമ്മെ നിന്ദിനാക്കി കളയുമെന്ന ഖുർആനിന്റെ താക്കീതായിരിക്കണം നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.